നമസ്കാരം. 2026 അതിദയനീയമായ CPM-ന്റെ തോൽവിക്ക് ശേഷം വലിയ തരത്തിലുള്ള ചർച്ചകളാണ് പാർട്ടിക്കുള്ളിലും പുറത്തും നടന്നിരുന്നത്. നമുക്കറിയാം, പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ പോലത്തെ പല ഘടകങ്ങളിലും വലിയ തരത്തിലുള്ള വാഗ്വാദങ്ങളും ചർച്ചകളും രാപ്പാകൽ അന്തിയുറക്കമില്ലാത്ത തരത്തിലുള്ള ചർച്ചകളെല്ലാം മാരത്തോൺ ചർച്ചകൾ വരെ CPM-നുള്ളിൽ നടന്നായിരുന്നു. എന്തുകൊണ്ട് പാർട്ടി തോറ്റു എന്നുള്ളത്. ഏറ്റവും അവസാനം ഇപ്പം CPM-ന്റെ CC റിപ്പോർട്ട് നീങ്ങിക്കഴിഞ്ഞു. അത് സംസ്ഥാന കമ്മിറ്റിക്ക് അയച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്തകളെല്ലാം പുറത്തു വരുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും പരാമർശിക്കുന്നത് പാർട്ടിയെ വലിയ തരത്തിലുള്ള തോൽവിയിലേക്ക് എങ്ങനെ നയിച്ചു എന്നുള്ളതിൻ്റെ ഉത്തരം CPM-ന്റെ CC കമ്മിറ്റി കണ്ടുപിടിച്ചു എന്നുള്ളതും ആ CC റിപ്പോർട്ടിൽ അതെല്ലാം കൃത്യമായി വെച്ചിട്ടുണ്ട്, ക്രോഡീകരിച്ചു എന്നുള്ള തരത്തിലുള്ള വാർത്തകളെല്ലാം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും മാസം ഇത്രയായ സ്ഥിതിക്ക് CPM-ന്റെ തോൽവിയെങ്കിലും കണ്ടുപിടിച്ചു എന്ന് പറയുന്നുണ്ട്. ഇനി ഇതിൽ തന്നെ പല കാര്യങ്ങളും, പ്രത്യേകിച്ച് MA ബേബിയൊക്കെ പറയുന്നത് നേതൃമാറ്റം അടക്കമുള്ള പല കാര്യങ്ങളും ഇവിടെ വെച്ച് തന്നെ ചർച്ച ചെയ്യണം എന്നുള്ള തരത്തിലാണ് MA ബേബി അടക്കം പറയുന്നത്. അപ്പം നേതൃമാറ്റത്തിൻ്റെ കാര്യത്തിലൂടെ ഒരു ചർച്ച ഇതേവരെ CPM അല്ലെങ്കിൽ പിണറായി വിജയനോ MV ഗോവിന്ദനോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ MA ബേബി ആ സാധനം എടുത്ത് പുറത്തുവിടുന്നു എന്നുള്ള കാര്യങ്ങളാണ്. നേതൃമാറ്റം എന്ന് പറയുമ്പോൾ ആരാണ് ഇപ്പോൾ നേതൃത്വത്തിൽ ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കണം. പ്രതിപക്ഷ നേതാവായിട്ട് നിലവിൽ ഇരിക്കുന്നത് മറ്റാരുമല്ല, പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവാണ്. മറുവശത്ത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ട് MV ഗോവിന്ദനാണ് ഇരിക്കുന്നത്. അപ്പം MA ബേബിയുടെ ഒളിയമ്പ് എന്ന് പറയാൻ പാടില്ല, കൃത്യമായിട്ടുള്ള അമ്പ് ചെന്നെത്തുന്നത് പിണറായി വിജയനിലോട്ടും MV ഗോവിന്ദനിലോട്ടാണെന്നുള്ളത് കാര്യങ്ങൾ വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിലുള്ള നേതൃമാറ്റം ഉടനെ അത്യാവശ്യമാണെന്നുള്ളതും അതിദയനീയമായി എനിക്ക് തോന്നുന്നു 1975 ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയ്ക്ക് ലോകം, ഇന്ത്യയിൽ മൊത്തം കോൺഗ്രസ് അതിദയനീയമായി പരാജയപ്പെടുമ്പോൾ, അതിദയനീയമായി പരാജയപ്പെട്ട് പരാജയത്തിൻ്റെ അങ്ങേയറ്റത്തെ കയ്പുനീർ അനുവദിക്കുമ്പോൾ അല്ലെങ്കിൽ ആസ്വദിക്കുമ്പോൾ ആ സമയത്ത് അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി കേരളത്തിൽ മാത്രം കോൺഗ്രസ് വളരെയധികം ഇൻഡെപ്തായിട്ട് തന്നെ വിജയം കൈവരിക്കുന്നു. CPM-ന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പരാജയമായി 1976-77 ഇലക്ഷൻ മാറുന്നു. അതിനുശേഷം 77 ശേഷം CPM ഇന്നേ വരെ പാർട്ടി കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഏറ്റവും വലിയ പരാജയം അത് 2026 പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പാർട്ടിക്ക് നൽകിയ സമ്മാനമാണ്. ഈ 2026 അതിദയനീയമായ പരാജയം എന്നുള്ളതാണ് സത്യാവസ്ഥ. എന്നിരുന്നാൽ പോലും പാർട്ടി ഇതിൽ നിന്നെല്ലാം പുറത്ത് കടക്കണമെന്നു. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലുണ്ടായിരുന്ന അവശേഷിച്ച ഏക കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരള ഘടകമായിരുന്നു. സ്വാഭാവികമായിട്ടും അതും അസ്തമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല വെറും 35 സീറ്റേ കിട്ടിയിട്ടുള്ളൂ. UDF-ന് 102 സീറ്റുമായി ബന്ധപ്പെട്ട് UDF-ഉം 3 സീറ്റുമായി BJP-യും ഏകദേശം 22-23 സീറ്റുമായി കോൺഗ്രസും അതുപോലെ 63 സീറ്റുമായി കോൺഗ്രസും പിന്നീട് ഈ പറഞ്ഞ പോലെ RSP സ്വതന്ത്രടക്കം 4 നേതാക്കന്മാർ RSPക്കും കേരള കോൺഗ്രസ് ജോസഫിന് ഏകദേശം 6 മുതൽ 7 സീറ്റ് വരെ, അങ്ങനെ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള വിജയം UDF കരസ്ഥമാക്കിയപ്പം പാർട്ടി CPM രുചിച്ചത് അതിദയനീയമായ പരാജയമായിരുന്നു. എന്തായാലും ഈ പറഞ്ഞ പോലെ പാർട്ടി സംസ്ഥാന നേതൃത്വം തോൽവിയുടെ എല്ലാ കാര്യങ്ങളും കണ്ടെത്തി എന്നുള്ള സന്തോഷ വാർത്ത പുറത്തു വരുന്നുണ്ട്. അപ്പം എന്തായാലും CC ഇതെല്ലാം റിപ്പോർട്ടാക്കി കൊണ്ടുവരുന്നു എന്നുള്ളതും, ഇനി ഇത് ഈ വരുന്ന സെപ്റ്റംബർ 13 മുതൽ 15 വരെയുള്ള സംസ്ഥാന സമിതി യോഗത്തിൽ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുമെന്നുള്ളതും, നേതൃമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി അതിൽ ചർച്ച ചെയ്ത് നേതൃമാറ്റം വേണമെങ്കിൽ അത് നടത്തും എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് ഇപ്പോൾ MA ബേബി പറയുന്നത്. ഇതിൻ്റെ മറുവശം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സംസ്ഥാന യോഗം ചേരുന്നത് കോഴിക്കോടാണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് സെപ്റ്റംബർ 13 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിലായിട്ടാണ് ഈ ഒരു നേതൃയോഗം ചേരുന്നത്. അത് തന്നെ കോഴിക്കോടാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്തുകൊണ്ട് കോഴിക്കോട്, വൈ കോഴിക്കോട് എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ ക്ലിയർ ആണ്. സാധാരണ ഇത് നടക്കേണ്ടത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് നിന്ന് മാറ്റി കോഴിക്കോട് വെച്ചത് മലബാറിൽ, അതായത് ഉത്തര കേരളത്തിൽ ഈ പറഞ്ഞ പോലെ CPM-ന്, മലബാറിൽ CPM-ന് പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് അതുപോലെ തന്നെ കോഴിക്കോടിൻ്റെ പല ഭാഗങ്ങളിൽ കൃത്യമായി വേരോട്ടമുള്ള പാർട്ടിയാണ് CPM. ആ പാർട്ടിയാണ് അതിദയനീയമായി തോറ്റിരിക്കുന്നു, മലബാറിൽ തോറ്റിരിക്കുന്നു. അതുകൊണ്ടാണ് തിരുവനന്തപുരം, തെക്കൻ കേരളം ഒഴിവാക്കി വടക്കൻ കേരളത്തിലോട്ട് ഇത്തരത്തിലുള്ള പാർട്ടി യോഗങ്ങൾ മാറ്റുന്നു എന്നുള്ള വാർത്തകൾ വരുന്നത്. കാരണം മറ്റൊന്നുമല്ല, വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതും. MV ഗോവിന്ദന്റെ ഭാര്യയെ നിർത്തിയ ബന്ധപ്പെട്ട പല കാര്യങ്ങളും CPM-നുള്ളിൽ ഇനി ചർച്ചാ വിഷയം ആയി വരാനുണ്ട്. അപ്പം എന്തായാലും ഈ വിഷയം വലിയ തരത്തിലോട്ട് കാര്യങ്ങൾ പോകും എന്നുള്ളത് വളരെ കൃത്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ചെറിയൊരു ഇടതുപക്ഷ ചായ്വുള്ള ആൾ തന്നെയാണ് ഞാൻ. അതിപ്പം CPM-നെ അതിരൂക്ഷമായി വിമർശിക്കുമ്പോഴും ആ പാർട്ടി ഇല്ലാണ്ട് കേരളമില്ല, അല്ലെങ്കിൽ കേരളത്തിൻ്റെ മതേതരത്തിന് കൃത്യമായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ നൽകിയത് CPM ആണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെ ഞാൻ. അതിൻ്റെ പല കാരണങ്ങളും ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്ന പല കാര്യങ്ങളുണ്ട്. കോൺഗ്രസ് ഇല്ല എന്നല്ല, ഈ പറഞ്ഞ പോലെ 1885 കോൺഗ്രസ് രൂപീകരിക്കുന്നത് ഇയാൻ ഹ്യൂമിലൂടെ. പിന്നീട് ഇങ്ങോട്ട് 2026 എത്തുമ്പോൾ വലിയ തരത്തിലുള്ള വീഴ്ചകളും അവിടുന്ന് അങ്ങോട്ടുള്ള കയറ്റങ്ങളും വലിയ തരത്തിൽ ഏർപ്പെട്ട ഒരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. പക്ഷേ
അപ്പോഴും അതിൻ്റെ മൂല്യങ്ങൾ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു. ഉത്തരേന്ത്യയിലെ പാർട്ടി നാമാവശേഷമാകുന്നു. മാത്രമല്ല CPM ഉത്തരേന്ത്യയിൽ ഇല്ലാണ്ടായ പോലെ ഏറെക്കുറെയൊക്കെ കോൺഗ്രസിൻ്റെ AICC നേതൃത്വം ഉത്തരേന്ത്യയിൽ ഇല്ലാണ്ടായിരിക്കുന്നു. അവിടെ എല്ലാം BJP കൈയാളിരുന്നു. അതിദയനീയമായി പ്രതിപക്ഷത്ത് പോലും ഇല്ലാണ്ട തരത്തിൽ ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് എത്തിയിരിക്കുന്നു. കാരണം വെസ്റ്റ് ബംഗാളിലടക്കം പ്രതിപക്ഷം എന്ന് പറയുന്ന നേതൃനിരയിൽ പോലും ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് ഇല്ല. അവിടെ ഭരണപക്ഷത്ത് BJPയും പ്രതിപക്ഷത്ത് തൃണമൂൽ കോൺഗ്രസുമാണ്. ഡൽഹിയുടെ കാര്യം മറിച്ചും വ്യത്യസ്തമല്ല. ഷീലാ ദീക്ഷിതിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് വർഷക്കാലം ഡൽഹിയെ അടക്കി ഭരിച്ചിരുന്നതായിരുന്നു ഷീലാ ദീക്ഷിത്തും കോൺഗ്രസും എല്ലാം. അത് ഷീലാ ദീക്ഷിത് പിന്നീട് നാമാവശേഷമാകുന്നു. പിന്നീട് ഈ പറഞ്ഞ പോലെ അവിടെ മത്സരിക്കുന്നത് BJPയും ആം ആദ്മിയും ഡയറക്റ്റ് മത്സരം നടക്കുന്നു. ഇപ്പോൾ BJP അവിടെ ഭരിക്കുമ്പോൾ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കുന്നത് ആം ആദ്മിയാണ്. അപ്പോൾ ഇത്തരത്തിൽ CPMനെ കുറ്റം പറയുമ്പോഴും കോൺഗ്രസ് ഒട്ടും മോശമല്ല. അതിദയനീയമായി ഇന്ത്യയുടെ പല ഭാഗത്തും കോൺഗ്രസ് തോറ്റിരിക്കുന്നു. CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആകെ നാമാവശേഷമായ കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രമേ ഭരണം ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ പറഞ്ഞ പോലെ ത്രിപുര, വെസ്റ്റ് ബംഗാൾ, കേരളം പോലത്തെ ചില സംസ്ഥാനങ്ങളിൽ മാത്രമായി കൃത്യമായ ഒരു മുന്നേറ്റം CPMനുണ്ടായിരുന്നു. പിന്നെ ബീഹാറിലെ പല ഭാഗങ്ങളിൽ അത് CPIMLനാണ്. എന്നിരുന്നാൽ പോലും ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള തോൽവിയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള പരാജയവും നേരിട്ട വർഷങ്ങളായിരുന്നു ഇപ്പോൾ ഈ കടന്നുപോയത്. അപ്പം CPM തിരിച്ചു വരണം, കേരളത്തിലോട്ട് തിരിച്ചു വരണം എന്ന് പേഴ്സണലി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. കാരണം CPMന് കൃത്യമായി ഒരുപാട് ദിശാബോധം കേരളത്തിൽ നൽകാനുണ്ട്. കേരളത്തിലെ ജാതി ഉന്മൂലനക്കും അതുപോലെ തന്നെ പല സ്ഥലം മാറ്റത്തിനും ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്കറിയാം. ഒരുപാട് ആദിവാസി വിഭാഗം നേരിടുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈഴവ വിഭാഗം നേരിടുന്ന പ്രശ്നങ്ങൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ പല സൊസൈറ്റികൾ നേരിടുന്ന പ്രശ്നം, ഇതിനെല്ലാം കൃത്യമായുള്ള കോൺട്രിബ്യൂഷൻ നൽകാൻ പറ്റുന്ന ഒരു പാർട്ടി തന്നെയാണ് CPM. പക്ഷേ ഇപ്പോൾ CPM അത് ചെയ്യുന്നുണ്ടോ എന്ന് എന്നോട് ഒരാൾ ചോദിച്ചാൽ അതിന് കൃത്യമായ ഉത്തരം എനിക്ക് പറയാനില്ല. ഇല്ലയെന്ന് ചോദിച്ചാൽ CPMൻ്റെ അവരുടെ നയങ്ങളിൽ നിന്ന് പാർട്ടി വ്യതിചലിച്ചു പോയിരിക്കുന്നത് കൊണ്ട് തന്നെ പാർട്ടി അക്കാര്യങ്ങളൊന്നും ഇപ്പോൾ ശ്രദ്ധ പുലർത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യാവസ്ഥ. എന്നിരുന്നാൽ പോലും ആ പാർട്ടി വീണ്ടും വളർന്നു വരണം. അപ്പോൾ എന്തായാലും ഈ CC റിപ്പോർട്ട് വരും ദിവസങ്ങളിൽ വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമാകട്ടെ. CPMനുള്ളിൽ പുതിയൊരു ചേരി വരട്ടെ. അതിപ്പം ഈ പറഞ്ഞ പോലെ P ജയരാജൻ്റെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ MA ബേബിയുടെ നേതൃത്വത്തിലോ ശ്രീമതി ടീച്ചറുടെ പേരിലോ അല്ലെങ്കിൽ KK ശൈലജ ആയാലോ ആരായാലും കുഴപ്പമില്ല. പാർട്ടിയുടെ വളർച്ചയ്ക്ക് പറ്റുന്ന ഒരു നേതാക്കന്മാരുമായി പാർട്ടി വീണ്ടും തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്താം. നന്ദി, നമസ്കാരം.